പൊന്നുവേ, താനിന്ന് നേരം വൈകിയോ? മാഷേ, ഇതിപ്പോ എന്താ കഥ? ഞാനുള്ളപ്പോ അടുക്കളയുടെ 7 അലക്കത്ത് പോലും വന്നെത്തി നോക്കാത്ത ആളാ. ദേ ഇപ്പൊ ഓടി നടന്നു പണിയെടുക്കുന്നു. ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലല്ലോ. പൊന്നു, ഈ വീട്ടുപണി അത്ര നിസ്സാരമല്ല കേട്ടോ. ഇവിടെ 2 കൈയും 2 കാലും ഉണ്ടായിട്ട് അങ്ങോട്ട് ഓടി എത്തുന്നില്ല. ഈ വീട്ടമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. പൊന്നു, ചായ. വാവേ. ദേ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു വാവിക്ക് കുറുമ്പിച്ചിരി കൂടുതലാട്ടാ. പൊന്നു, പാൽപാത്രം എടുത്തോ? പാൽക്കാരന്റെ ഓണടി കേൾക്കുന്നുണ്ട്. എടുക്കാം. ഞാനിതേ പാല് വാങ്ങാൻ വന്നാ. ഇങ്ങോട്ട് വരണോ? അവരങ്ങോട്ട് വരില്ല, ഞാനിങ്ങോട്ട് വരണം. അല്ല, അജിത്തിന് വർക്കുന്നില്ല ഇപ്പൊ? ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടില്ല. അല്ല, അപ്പൊ ഇപ്പോഴും അജിത്ത് തന്നെയാണോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്? ക്യാമറ എഡിറ്റിംഗും ഞാനാ ചെയ്യുന്നത്. സംവിധാനം ഷിൻസം പൂത്തിങ്കില്. അത് ഞാൻ തന്നെയാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അല്ല, ഷോർട്ട് ഫിലിമിന്റെ പേരെന്താണ്? കാത്തിരിപ്പ്. ഞങ്ങൾ കാത്തിരിക്കാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മാഷ് ഇങ്ങനെ കഷ്ടപ്പെടാണ്ട് വേറൊരാളെ കൂടെ കൂട്ടിക്കൂടെ? അങ്ങനെയൊന്നും ചിന്തിക്കാതില്ലാതില്ലായിരുന്നു. അല്ല, നീ പോയപ്പം എല്ലാരും നിർബന്ധിച്ചതുവാ. ആണോ? നമ്മുടെ വാവയുടെ അമ്മയും എന്റെ മാത്രം പൊന്നു ആകുവാൻ ഇനി ആർക്കാ പറ്റുക? അതെന്താ ഒരു ഊവേ? ഞാനപ്പോ അങ്ങനെ ഒരു ഭാഗ്യപ്രശ്നം നടത്തണമെന്നായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇനിയൊരു അംഗത്തിലുള്ള ബാല്യുണ്ടേ. എങ്ങനെ? അയ്യടാ, മാഷിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. എന്റെ അമ്മോ, പിന്നെന്തിനാ തലയാട്ടി ഊവ പറഞ്ഞേ? അത് ഈ മനുഷ്യന്റെ മൊബൈലിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം കണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. വാവേ, എണീക്കാറായിട്ടോ? ഹായ് മോളു. ഹായ്. ഈ മനോടിനെ ഉറക്കൊന്നില്ലേ? 12 മണി കഴിഞ്ഞ് ഒരു സെക്കൻഡ് പോലും ആയില്ല. അതിനു മുമ്പ് വിഷ് ചെയ്തോ? ഇതെന്റെ ഫോണും കെട്ടിപ്പിടിച്ചാണോ കിടക്കണേ? അതെ. പിന്നെ ഇന്ന് മോളുടെ ജന്മദിനായിട്ട് ആദ്യത്തെ വിശ്വസം ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്യാ? അതെനിക്ക് നിർബന്ധ. പിന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തില് സുപ്രധാന കാര്യം നടക്കാൻ പോവല്ലേ? പിന്നെ എങ്ങനെ ഉറങ്ങാനാ? എനിക്ക് ഓർക്കുമ്പോ പേടിയാണ് മനേട്ടാ. ഇന്ന് കഴിഞ്ഞാ പിന്നെ പപ്പ ഒറ്റയ്ക്കല്ലേ? സങ്കടം സഹിക്കാൻ പറ്റുള്ള. ഇന്നലെ ഡെയ്സി ആന്റി അങ്കിളും പറഞ്ഞത് ഓർക്കണല്ലേ? മനു വാടാ, മോളെ. പേടിക്കണ്ടോ, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. മോളെ വായോ.
ആൻറ്റി പപ്പേനെ ആലോചിക്കുമ്പോ പേടിയാവണു. ഏയ് സാരില്ല എന്റെ പപ്പയ്ക്ക് ഇതിൽ പറ്റിക്കഴിഞ്ഞാ മോളെ, ആ. പപ്പയ്ക്കൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എല്ലാം കഴിയുമ്പോൾ പപ്പയോട് സമാധാനത്തിൽ കാര്യങ്ങൾ പറയാം. മോളുടെ കാര്യമാകുമ്പം ഫിലിപ്പോസ് എന്തായാലും സംഭവിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോഴേ നാളെ നമ്മളെല്ലാം പറഞ്ഞ പോലെ എന്നാ വാ. പോട്ടെ ആൻറ്റി. പോട്ടെങ്ങളെ. മൊത്തേ ഇന്നലെ ആൻറ്റി പറഞ്ഞൊന്നും ഓർമ്മയില്ലേ? പപ്പേനെ സങ്കടാക്കാൻ വേണ്ടിയല്ലോ നമ്മൾ ചെയ്യുന്നത്. പപ്പയെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ചല്ലേ. പിന്നെന്താ? മമ്മ മരിച്ച പിന്നെ എനിക്ക് വേണ്ടി പപ്പ ജീവിക്കണേ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോയെന്നറിഞ്ഞ ചങ്കുപൊട്ടി കരയാണ്ടിരുന്ന മതിയായിരുന്നു എൻ്റെ പപ്പ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മനുവേട്ടാ, നമുക്കേ പപ്പയോട് എല്ലാം പറഞ്ഞാലോ പപ്പ സമ്മതിക്കാണ്ടിരിക്കില്ല. ആ ബെസ്റ്റ്. നമ്മുടെ റിലേഷൻഷിപ്പ് പപ്പ അംഗീകരിക്കുന്നു മോൾക്ക് തോന്നുന്നുണ്ട്. ഓരോ ഓട്ടോക്കാരൻ പയ്യനായിട്ടല്ല, സ്വന്തം മകനായിട്ടാ പപ്പ എന്നെ കാണുന്നത്. അറിയാം. അങ്ങനെയുള്ള എന്നെ പപ്പ സ്വീകരിക്കുമോ? പപ്പ എങ്ങനെ പ്രതികരിക്കുന്ന പോലും എനിക്കറിയില്ല. എന്നാലും മനുവേട്ടാ, പപ്പനെ വിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലേ. മോളു, നമ്മുടെ പരിപാടിയിൽ ഇനി ഒരു അടർച്ചയും വേണ്ടാട്ടാ. വാവേ എണീക്കാറായി കേട്ടോ. അയ്യോ, അത് ശരി, എണീറ്റില്ലേ? പപ്പയുടെ മുത്തേ എണീക്കടാ. എന്നിട്ട് പപ്പ കുറച്ചുകൂടി നേരം ഉറങ്ങട്ടെ പ്ലീസ്. അത് വേണ്ടടാ. നേരം വൈകിയാലേ വാവ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓടിക്കളയും. അപ്പോ പപ്പ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. തന്നെയല്ല, പപ്പയുടെ വാവ് വിശന്നിരുന്നാലേ മമ്മയ്ക്ക് വിഷമമാവും. പിന്നെ മമ്മ വന്ന് പപ്പേനെ കണ്ണു പൊട്ടണം ചീത്ത പറയും. അപ്പൊ പപ്പ കരയും. പപ്പ കരഞ്ഞാ പപ്പയുടെ വാവയും കരയും. ആ അതാണ്. അപ്പൊ വേഗം എണീറ്റോ. അല്ല, വാവയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ? ഏയ്, അത് പപ്പയ്ക്ക് തോന്നണതാ. പപ്പയ്ക്ക് അങ്ങനെ തോന്നണതൊന്നുമല്ല. പറയൂ വാവേ. പപ്പ എന്നെ വിഷ് ചെയ്തില്ലല്ലോ. ശൂ, അതിനാ പപ്പ വന്നത്. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല. എല്ലാറ്റിനും വല്ലാത്ത മറവിയാ. അപ്പോ പപ്പയുടെയും മമ്മയുടെയും ചക്കര വാവയ്ക്ക് 1000 ജന്മദിനാശംസകൾ. താങ്ക് യു പപ്പ. അല്ല, എവിടെ പപ്പയുടെ നായിക? ഇവിടെ നിപ്പുണ്ടല്ലോ. പപ്പയും മോളെയും കെട്ടിപ്പിടിച്ച് നിപ്പുണ്ട്. പപ്പ, മമ്മ ഇനൊന്ന് തൊട്ടുപോലെ തോന്നുന്നുണ്ട്. അവള് നമ്മളെ വിട്ട് എവിടെ പോവാനാ മോളെ? പപ്പയുടെ വാവേനെ ഉറങ്ങില്ല കേട്ടോ. അയ്യോ, കട്ടാക്കിട്ടുണ്ടായില്ലേ? ഇല്ല, പപ്പയുടെ വാവ നല്ല അഭിനേത്രിയാണല്ലോ. പാവ മാത്രല്ല, പാവയുടെ പപ്പയും മമ്മയും അഭിനയ കുലപതികളാ. ആഹാ, അടിപൊളി. മനുവേട്ടനും മംഗള ആന്റിയും അത്ര മോശമൊന്നല്ലല്ലോ അഭിനയത്തില്. വാവേ വേഗം വാ. ആ ദേ വരണു. വേഗം വാ കേട്ടോ. ആ പപ്പ, ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പ്. സാരിയിൽ പപ്പയുടെ വാവ മിന്നിച്ചല്ലോ. അടിപൊളി. പക്ഷേ സാരിയിൽ വാവയെ കാണുമ്പോ പപ്പയുടെ നെഞ്ചിൽ ആദ്യം കേറണം കേട്ടോ. അതെന്തിനാ ഫിലിപ്പോസ് ഒരാദി? എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ സാരി എടുത്ത് വാവയെ കാണുമ്പോ ഒരു കല്യാണപ്പെണ്ണോളം വളർന്നു തോന്നുക. ഈ പപ്പയെ തനിച്ചാക്കി പോകാൻ നേരമായ പോലെ. പപ്പ, പപ്പ വെറുതെ പറഞ്ഞതാ. പപ്പയുടെ വാവ കരയില്ല കേട്ടോ. പപ്പയുടെ വാവ കരഞ്ഞോ? പപ്പയ്ക്കറിയോ? ഇല്ല, വാവേനെ ഞാൻ ആർക്കും കൊടുത്തയക്കില്ല. നമ്മുടെ കൂടെ കൂട്ടാന്ന് വരുത്തിനെ പപ്പ കണ്ടുപിടിക്കും. അല്ല,
ഇനി വാവയാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഏ ഉണ്ടെങ്കിൽ പപ്പക്കൂടെ കൂട്ടണം. നോക്കട്ടെ. ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും ഭാവം വന്നില്ലെങ്കിൽ ഓക്കെ. അയ്യടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പപ്പ. ആ എന്താ വാവ ഇത്? എണീറ്റേ. പപ്പ ഞാൻ ഇറങ്ങാട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആ പോയിട്ട് വാ മോളെ. വൈകിട്ടേ മനു കേക്ക് കൊണ്ടുവരും കേട്ടോ. ആ സൂക്ഷിച്ചു പോണട്ടോ. ശരി പപ്പ. ദേ മാഷേ, അവള് ഈ തവണയും ചോറും പാത്രം മറന്നു വെച്ചു. അയ്യോ, ഞാനിത് ബാഗിൽ വെച്ചതാണല്ലോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ആ ചിലപ്പോൾ എനിക്ക് ബാഗിൽ വെച്ചായിട്ട് തോന്നിയായിരിക്കും. എന്തൊരു മറവിയല്ലേ. അല്ല, എന്നാൽ ഈ പെണ്ണിനെങ്കിലും ഇതെടുത്ത് പോയി കൂടായിരുന്നോ? വാവേ, വാവേ, മോളെ വാവേ, വാവേ, ഒന്ന് നില്ല് മോളെ, വാവേ, വാവേ, അയ്യോ, വാവേ, 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 എന്റെ വാവേ, ദേ മാഷേ, ഒരുപാട് നേരം ഇരുട്ടി. മാഷ് വീട്ടിലേക്ക് വന്നേ. അവള് വലിയ പെണ്ണായില്ലേ, അവള് വന്നോളൂ. പൊന്നു, നീ എന്താ പറയുന്നത്? ഇത്ര വേഗം എല്ലാം മറന്നോ നീ? ഒരു പ്രാവശ്യം സ്കൂളിൽ പോയിട്ട് വന്നപ്പോ എന്നെ കാണാതെ ഭാവ നിന്ന് കാണിച്ചത് നീ ഓർക്കുന്നില്ലേ? ഭാവേ, പേടിയാ എന്റെ കുട്ടിക്ക് എല്ലാത്തിനും പേടിയാ. മാഷ വാന്നേ. പൊന്നുവാണ് പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ തന്നെ കാത്തിരുന്നോളൂ. അല്ല, ഈ മാനുവിൽ എവിടെ പോയി കിടക്കുവാണാവോ? പൊന്നുവേ, നീ പോയപ്പോ നമ്മുടെ വീട്ടിലെ ഇവിടെ അങ്ങോട്ട് വന്നവനവൻ. നമ്മൾ വാവേന് അവൻ പെങ്ങളെ പോലെ നോക്കുന്ന. എന്നെ പപ്പേനെ വിളിക്കും അവൻ. അവന്റെ കുഞ്ഞു പെങ്ങളായിട്ടാ അവൻ നമ്മുടെ വാവേനെ കാണുന്നത്. ഇതിപ്പോ വാവേനെ കാണാഞ്ഞ് ആ പാവം തകർത്തിട്ടുണ്ടാകും. അവനും അവളെ തേടി അലയുന്നുണ്ടാകും.
വാവേ പൊക്കു പൊക്കു ടാറ്റ ആ ശരി ശരി ടാറ്റ ടാറ്റ. പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള മനുവിനെയും സെറിനെയും കേക്ക് കട്ടിങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാഷ പറയുന്നത് കേക്ക്, വീട്ടിലേക്ക് വാ. വാവേനെക്കൊണ്ടാവും വരും, നോക്കിക്കോ. ഇന്നാളെനിക്ക് വയ്യാണ്ടായിട്ട് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആ പാവം. മാഷ വാ, വന്നേ നമുക്ക് പോവാം. എനിക്ക് മാഷേ. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലോ പൊന്നു. നെഞ്ച് വേദനിക്കുന്ന പോലെ. പൊന്നു, വെള്ളം കൊണ്ടുവാ. ചേച്ചി, ചേച്ചിയുടെ പപ്പതയുടെ ബസ് സ്റ്റോപ്പിൽ വീണ് കിടക്കണു. ആ അതെ ചേച്ചി, പെട്ടെന്ന് ഇങ്ങോട്ട് വായോ. അപ്പാ 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 ഞാൻ മനുവേട്ടനോട് പറഞ്ഞതാ, പപ്പയോടെല്ലാം പറയാതെ ഞാൻ പറഞ്ഞതാ. പപ്പേ, വാവെ വിളിക്കണ പപ്പേ, എനിക്ക് പപ്പേ, പപ്പേ. ആ പപ്പേ, പപ്പേനെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. പപ്പേ, പപ്പയുടെ വാവ വന്നിരിക്കുന്നു പപ്പേ. പപ്പ പറയാറില്ലേ പപ്പയുടെ ജീവനാണ് വാവാന്ന്. എന്തേ വാവ വന്നേണു, എനിക്ക് പപ്പേ. എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കു പപ്പേ. പപ്പേ, പപ്പേനെ മാത്രം മതി എനിക്ക്. എനിക്ക് വേറെ ഒന്നും വേണ്ട പപ്പേ. പപ്പേ, പപ്പ എനിക്കൊരാള് വേണ്ട പപ്പേ. പപ്പേ, പപ്പ മാത്രം മതി പപ്പേ.